പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. പുതിയ ബലാത്സംഗ പരാതിയിലാണ് പോലീസ് നടപടി. പാലക്കാട്ടെ ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന രാഹുലിനെ ഇന്ന് പുലർച്ചെയോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. രാഹുലിനെതിരെ പുതിയ പരാതി വന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം MLAയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പുതിയ പരാതിയുടെ പശ്ചാത്തലത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് മാത്രം വന്ന പരാതി എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിന് പിന്നാലെയാണ് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ ഇന്ന് പുലർച്ചെ രാഹുൽ താമസിക്കുന്ന പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് രാഹുലിനെ എടുത്തത്. അവിടെ KPM ഹോട്ടൽ, പാലക്കാട് റോബിൻസൺ റോഡിലുള്ള KPM എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. രാഹുൽ മാത്രമായിരുന്നു മുറിയിലുണ്ടായിരുന്നത്. അർദ്ധരാത്രി 1 മണിയോടെയാണ് പോലീസ് ഉണ്ടായിരുന്നത്. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം കസ്റ്റഡിയിലെടുക്കാനുള്ള ടീമിലുണ്ടായിരുന്നു. ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകളൊക്കെ വാങ്ങിവെച്ച് വളരെ കൃത്യമായ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നു. പോലീസ് രാഹുലിന്റെ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. പുതിയ പരാതി, ഇമെയിൽ വഴി പുതിയൊരു പരാതി ലഭിച്ചു. അത് വളരെ രഹസ്യമായാണ് ആ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആദ്യത്തെ 2 പരാതികളിലും രാഹുലിന്റെ അറസ്റ്റ് പോലീസ് നേരത്തെ കോടതി തടഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയൊരു പരാതി വന്നു. ആ പരാതി വളരെ രഹസ്യമായി വെക്കുകയും അതിവേഗം അതിൽ നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി 1 മണിയോടുകൂടിയാണ് പോലീസിന്റെ നീക്കം. അപ്രതീക്ഷിതമായ ഒരു നീക്കം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതായി സൂചനയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് ചേരുകയാണ്. സാജിദ്, പുലർച്ചയോടെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. അതീവ രഹസ്യമായി പോലീസിന്റെ നീക്കം, പഴുതടച്ച നീക്കം എന്നൊക്കെ പറയാം. രാഹുൽ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. എവിടെയാണുള്ളത് എന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമിക ഒരു വിവരമുണ്ടോ? അപ്പോൾ ഈ പരാതി ഏതാണ്? പുതിയ പരാതി എന്ന് പറയുമ്പോൾ നിലവിലുള്ള പരാതിയല്ല. മഹേഷ്, 12:30 കൂടിയാണ്, അർദ്ധരാത്രി 12:30 കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന KPM ഹോട്ടലിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഇവിടെ വന്ന് ആദ്യം റിസപ്ഷനിലുള്ള ഉദ്യോഗസ്ഥരോട് ID കാർഡ് കാണിച്ച് തങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കസ്റ്റഡിയിലെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഹോട്ടൽ ജീവനക്കാരുടെയും ഫോണുകൾ വാങ്ങുന്നു. പിന്നീട് നേരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുറിയിലേക്ക് പോയി തട്ടി വിളിക്കുന്നു. ഈ സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് മുറിയിൽ ഉണ്ടായിരുന്നു. സമീപത്തെ മുറിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള ആളുകൾ ഇടയ്ക്ക് താമസിക്കാറുണ്ട്, അവരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഫോൺ ആദ്യം വാങ്ങുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോകുന്നു. 8 പോലീസ് ഉദ്യോഗസ്ഥരാണ്, ഒരു വനിതാ പോലീസ് അടക്കം 8 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇത് പുതിയ കേസാണ്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്നത് 2 കേസുകളാണ്. ഈ 2 കേസുകളിലും ഈ ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം ജില്ലാ കോടതിയും ഈ അറസ്റ്റ് തടഞ്ഞിരുന്നു. ഒന്നിൽ മുൻകൂർ ജാമ്യ അപേക്ഷ ഈ ലഭിക്കുകയും പിന്നീട് അതിന് അപ്പീൽ പോയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴെന്തായാലും ഈ നേരത്തെ ഉണ്ടായിരുന്ന കേസിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഈ പുതിയ കേസുമായി ബന്ധപ്പെട്ട് ഇതും സമാനമായ, നേരത്തെ ഉണ്ടായിരുന്ന കേസുകൾക്ക് സമാനമായ കേസ് തന്നെയാണ്. ഈ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തിക്കൊണ്ടുള്ള കേസാണ്. ഈ കേസ് വളരെ രഹസ്യമായി പോലീസ് വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ ഈ കേസ് വന്ന പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തി എന്നറിഞ്ഞതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നത്. പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യാനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഈ പരാതി ഇമെയിൽ വഴി ലഭിച്ച ശേഷം അതീവ രഹസ്യമായി വെക്കുകയും അത് പോലീസ് അർദ്ധരാത്രിയിൽ ഹോട്ടലിലെത്തി കസ്റ്റഡിയിലെടുക്കുക എന്നൊരു നീക്കത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഈ വിവാദങ്ങൾക്ക് ശേഷം ഫ്ളാറ്റ് ഒഴിയണമെന്ന് ഈ ഫ്ളാറ്റ് അസോസിയേഷൻ ആവശ്യപ്പെടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫ്ളാറ്റിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ KPM ഹോട്ടലിലേക്ക് താമസം മാറ്റുകയായിരുന്നു. KPM ഹോട്ടലിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. രാഹുലിന്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ KPM ഹോട്ടലിനും വലിയ പ്രസക്തിയുണ്ട്. നമുക്കറിയാം, നീലപ്പെട്ടി വിവാദം ഉണ്ടായതും ഈ KPM ഹോട്ടലിലായിരുന്നു. ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തതും ഇവിടെ വെച്ച് തന്നെയാണ്. ഇന്ന് തന്നെ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. കാരണം രാത്രി 12:00 കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ഇന്ന്
ഇന്ന് തന്നെ ഉണ്ടാകും. ഇതിൽ ഇനി ഏത് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളത് ഈ പ്രധാനപ്പെട്ടതാണ്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്.